നിങ്ങളുടെ റെസ്യൂമെ എന്നെടുക്കാമോ? അതിൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ടാവും. അതിൽ ലീഡർഷിപ്പ്, ടീം വർക്ക്, ഹാർഡ് വർക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള സ്കിൽസ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, ഗുഡ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ച് എഴുതിയത്? ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തതാണോ? ഫ്രണ്ട്സിൻ്റെ റെസ്യൂമെ ആണോ? ഇനി ഈ റെസ്യൂമെ നമ്മളൊരു ജോബിന് ആപ്ലിക്കേഷനായിട്ട് അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്? ആ റെസ്യൂമെയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും മറ്റ് കണ്ടന്റിൽ നിന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ നല്ലൊരു ലീഡറാണ്, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നതെന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. ഞാനൊരിക്കൽ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഇതുപോലെ തന്നെ ഒരാളോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റെസ്യൂമെയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രൊഫൈലിൽ എവിടെയും ഒരു ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് റെസ്യൂമിൽ എവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നതിനുള്ള മറുപടി, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡർ ആയിരുന്നു എന്നുള്ളതായിരുന്നു. ഈ ക്ലാസ് ലീഡർ എന്ന് പറയുമ്പോൾ എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. സോ നമ്മളൊരു റെസ്യൂമിൽ എഴുതുന്ന ഓരോ വാക്കുകളും, സ്കിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വെച്ച് യാതൊരു പ്രയോജനമില്ല.